AK ബാലൻ മാധ്യമങ്ങൾക്കാണ് തത്സമയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വഴികളെല്ലാം അവർ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ LDFിൻ്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി നല്ല സ്വീകാര്യതയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന ജാഥ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ, ഇതേപോലെ തന്നെ മനുഷ്യച്ചങ്ങല, ഇതിൻ്റെ ഇടയിൽ വർഗഭോജന സംഘടനകളെല്ലാം നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ നല്ല മുൻതൂക്കം ഇപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന പരിപൂർണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേരളത്തിലെ ഈ സർവേ ഫലങ്ങളിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, BJP വലിയ മുന്നേറ്റമുണ്ടാക്കും. ചില സർവേ ഫലങ്ങൾ പറയുന്നത് 3 സീറ്റ് വരെ എന്നാണ്. അതിൽ തന്നെ വോട്ട് ഷെയർ 26% വരെ BJP ഉയർത്തും. അങ്ങനെ BJP ഉയർത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയർ 28%ത്തിലേക്ക് താഴുമെന്നും ചില സർവേ ഫലങ്ങൾ, പ്രത്യേകിച്ച് ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് പച്ച നുണയാണ്, യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഇല്ലാതാണ്. ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഒരു ഇറോഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റേത് ഉണ്ടാകും എന്നുള്ളത് ഒരാശങ്ക തൃശ്ശൂരിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ BJPയിലേക്ക് പോയതോടുകൂടി ഒരു വിഭാഗം കോൺഗ്രസ് മുരളിക്കെതിരായിട്ട് രംഗത്ത് വന്നു. ഇതേപോലെ തന്നെ പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതോടുകൂടിയിട്ടുള്ള അമർഷവും ഉണ്ടായി. അപ്പോൾ ഇത് സ്വാഭാവികമായും മുരളിയുടെ വിജയത്തെ ബാധിക്കുന്നതാണ് എന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത്. അത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല. ഓക്കെ, നേരത്തെ അവർ പറഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടി വോട്ട് കൂടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ BJP സർവേ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 3 സീറ്റാണ് അവർ പറയുന്നത്. 3 സീറ്റിലും BJP പരാജയപ്പെട്ടു. AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർവേ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. കൃഷ്ണഭാസ്കർ, ഈ